അല്ല, ഇതാരും നമ്പ്യാര് സാറോ? അതാണാവോ സി എമ്മിനോട് പറയാനുണ്ടോ? ഐ മീൻ റെക്കമെൻഡേഷൻ. പിന്നെ മൗനം തന്നെ വിദ്വാനുഭൂഷണം. ആ വാടോ, വാ ഇരിക്കേ. ആ പറയടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ്. ഇന്റലിജൻസിലെ ചാരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ? അപ്പോ അങ്ങ് ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നെന്നോ? ഞാനോ? താനെന്താണോ പിച്ചുമേയും പറയുന്നത്? ഗോവിന്ദമേനോൻ, പിച്ചും പേയും പറയുന്നവനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പ്യാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതറിയണം. അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത്. തനിക്ക് എന്ത് സംഭവിച്ചിടൂ? സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ. ചിരിക്കരുത്. ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല, കുഞ്ഞിക്കണ്ണനാണ്. ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാവാതിരുന്നത്. നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത്. താൻ എന്തോന്നാണോ പ്രസംഗിക്കുന്നത്? താനിപ്പോ എന്തോ ഒലത്തുവെന്നായി പറയുന്നേ? പറയാം. ഗോപാലകൃഷ്ണൻ, അവനാണ് എന്റെ തുറുപ്പിച്ചിട്ട്. തന്റെ ഗുരു എന്തൊക്കെയായി എഴുന്നള്ളിക്കുന്നേ? കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ. ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ MLA-യുടെ ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെ ഇപ്പൊ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ ഇടം കൈ ഉയർത്തിയാൽ അപ്പം നിലം പൊത്തും നിങ്ങളുടെ ഈ ഭരണം. അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം. അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ. ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല. അവനെ ഞാനെടുത്ത് അമ്മാനമാടും. രാഷ്ട്രീയത്തിൽ എന്റെ കുട്ടിയാണവൻ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു. സ്വന്തം മന്ത്രിസഭയുടെ ആയുസ്സും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. താൻ എന്ത് വിട്ടുത്തരമാണ് പേരെ ഈ പറയുന്നത്? ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഒരുവനെ പിടിച്ച് മന്ത്രിയാക്കാന്ന് വെച്ചാൽ? ഇന്നലെ വരെ ഒന്നുമല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മയല്ല സാർ, അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ? ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റു മന്ത്രിമാർക്ക് എതിർപ്പില്ല. ഘടകകക്ഷികൾക്ക് പരാതിയില്ല. അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോകുന്നത് അവർക്കല്ലല്ലോ, അങ്ങേക്കല്ലേ. അതവര് പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ്. പണ്ടേ തന്നെ അത്തരം ആഗ്രഹങ്ങളൊക്കെ അവർ കുഴിച്ചു മൂടിയതുമാണ്. എടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇല്ല, നടക്കും. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ. ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ. അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തനുമില്ല. ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണന് ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും. പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി രാജ്ഭവനിലൊരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട്, ഗവർണർ നാരായണയ്യ. രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ. ഫോണിനരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ. വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. തീരുമാനം ബുദ്ധിപരമായിരിക്കും. ഐ നോ യു ബ്ലഡി വെൽ.
സാർ ഇവരോട് എന്തെങ്കിലും രണ്ടു വാക്ക് പ്രസംഗിച്ചിരുന്നെങ്കിൽ. എല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മുടെ നാടിന്റെ അഭിമാനഭാജനം പൊന്നോമന പുത്രൻ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോറാണ്. ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പ കടന്ന കൈയായിപ്പോയി. ഒരു വാക്ക് മാത്രം പറഞ്ഞോട്ടെ. സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾ സാധാരണക്കാരൻ അപ്രാപ്യമല്ല എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നന്ദി, നന്ദി. ഒന്ന് മാറിക്കൊടുത്ത ദൈവം രക്ഷിക്കട്ടെ. അയ്യേ, ഇതെന്താ കരയുന്നോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആഭ്യന്തരമന്ത്രി. പൊന്നു മോനെ, നന്നായി വാ. ബദരിങ്ങളെ കാത്തോളണേ. എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തണേ, എന്റെ പാറേപ്പള്ളി മാതാവേ. സർ, റൂട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല. എസ്കോർട്ടും ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. സാർ, അത് ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ്. എന്താ, അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പൊക്കോളൂ. നീ എന്ത് പോലെ കാണിച്ചേ? എന്റെ ഭാര്യയും കുട്ടികളും കൊടി വെച്ച കാറിൽ നമ്മൾ പോലീസ് ആകുമ്പോഴോടുകൂടി പോകുന്നത് കാണാൻ വന്ന് നിൽക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത്, അത് നശിപ്പിച്ചു. ഇതൊക്കെ പോളിസി മാറ്റേഴ്സ് ആണ്. പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. 3 പേരോടും കൂടിയാ പറഞ്ഞത്, മനസ്സിലായോ? പറഞ്ഞെന്നൊക്കെ മറന്നോ? 3 ആളാ കാർ കയറിക്കോ. അപ്പൊ നീയോ? ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഓഫീസിൽ എത്തിക്കോളാം. നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താൽ മതി. നീ വേറെ വയ്ക്കാൻ പിന്നെ പോലീസിനെ പറഞ്ഞേക്കണോ? ഒരു ഞങ്ങൾക്ക് എസ്കോർട്ട് കൊണ്ടോട്ടെ. എടോ എസ് ഐ കുമാരേട്ടാ, ആ വണ്ടി കയറ്. തങ്കച്ച, ഓഫീസ് ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതെ ഇരുത്തിക്കോണം. ഇയാളെ വെറുതെ കയറി വിടരുത്, കേട്ടല്ലോ? വേറെ വൈകണ്ട, വണ്ടി പോട്ടെ. എന്റെ കാര്യം. ഓ, തന്നെ ഗവൺമെന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ചെന്ന് ട്രാഫിക്കാം. താങ്ക് യു സർ. സർ, അതെ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സലീമാണ് സംസാരിക്കുന്നത്. IG ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ? ആ സലീമാണ്. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? നല്ല പാർട്ടി. എന്റെ പൊന്ന IG, പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ചു വെച്ചൂടെ? സർക്കാർ വക ഡയറി ഉണ്ടല്ലോ. എന്നാ കേട്ടോ, കൂത്താട്ടുള്ളത്തുനിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം. ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ. അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം. അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതിന്റെ അടുത്ത ആഴ്ച അയാളെ വീണ്ടും കൂത്താട്ടുള്ളത്തേക്ക് ഓടിക്കണം. അത് കൺസലേഷൻ. അതെ, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, കിടന്നൊന്ന് സർക്കിൾ അടിക്കട്ടെ. ഇല്ല, മന്ത്രി വന്നിട്ടില്ല. വരുന്ന വഴിക്ക് CM-നെ കയറി കാണണമെന്നോ അനുവാദം ചോദിച്ചിട്ടേ ചാർജ് എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഗുരുത്തോണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റാഫ് ആണെന്നും പറഞ്ഞൊരു 3 പേര് ഇവിടെ വന്നിരിപ്പുണ്ട്. കണ്ടിട്ട് കുഴപ്പക്കാരല്ല, അതിലൊരാൾക്കൊരു കൺട്രി ലുക്കുണ്ട്. തങ്കച്ചനല്ല, കുമാരേട്ടനെ. എന്നെ ഞാൻ അവൻ അതെ, മന്ത്രി തന്നെ ഒരു ചേരി ലൈൻ ആയതുകൊണ്ട് സ്റ്റാഫും ഒക്കെ അത്രയല്ലേ വരൂ. അതെ അതെ.
കണ്ടിടത്തോളം എല്ലാം ഒരു തൊട്ടി സെറ്റപ്പാണ്. ആരാടാ തൊട്ടി? കൺട്രി റാസ്കൽ. ഇനി കൺട്രി അടിച്ചു കണ്ണി അങ്ങോട്ട് ഇങ്ങോട്ട് വിടാ. ഓഹോ, നിന്നെയൊക്കെ ഡീൽ ചെയ്യാൻ ഐ ജി തന്നെ വിളിച്ചു വരുത്താം. ഐ ജി, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയക്കണം. വേണ്ടി വരില്ല പോലീസിനായ വേണ്ടി വരില്ല. പകരം നിങ്ങൾ തന്നെ വന്നാൽ മതി. വിളിച്ചാൽ ഉടനെ വരാം. ഇയാളാണോ ഇവിടുത്തെ പോലീസിനെ തീറ്റെടുത്ത് വളർത്തുന്നത്? ആഭ്യന്തരമന്ത്രിയുടെ കസാര കയറിയിട്ട് ആരാണോ താൻ പേടിപ്പിക്കുന്നത്? ഇറങ്ങി പോടാ. അവിടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പോയി ഈ സലീം പേടിപ്പിക്കും. പൂജപ്പര ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വേണ്ടി പോകരുത്. കുമാരേട്ട ഒന്ന് അടങ്ങുന്നു. ഒരക്ഷരം മിണ്ടരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. മിണ്ടായിരിക്കും. വേണ്ട, ഇനി പോലീസിനെ അയക്കണ്ട. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ. അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. കുമാരേട്ട, ആരാ എന്തെന്നറിയാൻ നമ്മൾ കയറി ഉടക്കരുത്. വെറുതെ ഗോപാലകൃഷ്ണന്റെ ജോലി പോകും. പിന്നെ ആ സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ 2 ഇൻക്രിമെന്റും കൂടി കട്ട് ചെയ്തേക്കണം. ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തല്ലോടോ. ആഹാ, എഴുന്നേക്കടോ. എഴുന്നേക്കാൻ. മിനിസ്റ്റർക്ക് എന്റെ മനസ്സിലെല്ലാം തോന്നുന്നു. ഐ എം സലീം കോക്കസ്. കേട്ടിട്ടുണ്ടാവും. ധാരാളം കേട്ടിട്ടുണ്ട്. കേൾക്കാതിരിക്കാൻ വഴിയില്ല. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ മണിയടിച്ചും പാദസേവ നടത്തിയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തിൽ കണ്ണി, പാരസൈറ്റ്, കോക്കസ് സലിം. നോക്കണ്ട, ഹോം മിനിസ്റ്ററുടെ ഓഫീസിലും റെസിഡൻസിലും കാലുകുത്താൻ പോലും തനിക്ക് അനുവാദമുണ്ടായിരിക്കില്ല. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ഞാൻ എന്നും സാറിനൊരു ഹെൽപ്പായിരിക്കും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അനുവാദം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം. ഇവൻ ആൾ ഈ ടൈപ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് ആസ്പത്രിയിൽ എത്തിക്കില്ലായിരുന്നോ? അല്ല, അതിപ്പോ വേണേലാവാം. തുടങ്ങട്ടെ. വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ആ സെക്യൂരിറ്റി ഓഫീസറോട് ഇയാളെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യാൻ പറയൂ. എന്തിന്? ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിന്. ഇങ്ങ് വന്നാട്ടെ. അതെ, ഞാന് എന്റെ AC കാറിൽ വന്നോളാം. ഈ സംസ്ഥാനത്ത് കോക്കസ് സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്നറിയണം. അവൻ എന്നെ കസേരയെ നെഴിപ്പിച്ചു. അവന്റെ കസേര ഇന്ന് ഞാൻ തെറിപ്പിക്കും. ഗവൺമെന്റ് പോളിസി. എന്തിനാ രണ്ടുപേരും ചിരിക്കുന്നത്? അവൻ നിന്നെ ഇറക്കി വിട്ടോ? ആ ഗോപാലകൃഷ്ണൻ എന്ത് പറ്റി? അത് പിന്നെ ഇവിടെ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. താൻ എന്തിനാണോ എന്റെ പേരും പറഞ്ഞിങ്ങനെ നാണങ്ങളാ നടക്കുന്നത്? നന്നായി പോയി. എന്നെ ഇറക്കി വിട്ടത് എനിക്കൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഈ സലീമിനെ പലരും പലയിടത്തുനിന്നും ആട്ടി ഇറക്കിയിട്ടുണ്ട്. തീർന്നല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖത്ത് നോക്കി നല്ല 10 തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലീം നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. അയ്യേ, പക്ഷേ അവൻ എന്റെ മുഖത്ത് നോക്കി ഇവിടുത്തെ തന്തയ്ക്ക് വിളിച്ചപ്പോ അവൻ അങ്ങനെ വിളിച്ചോ? എന്നിട്ട് താനം ചെയ്തു? ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. ചിരിക്കണ്ട, എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ അറിയേണ്ടത്? CM-ന് എന്നെ വേണോ അതോ എങ്ങാണ്ടിരുന്ന ഗോപാലകൃഷ്ണനെ വേണോ? എനിക്ക് നിന്നെയും വേണം, അവനെയും വേണം. അത് ഡിപ്ലോമസി. അത് മൂവർ സംഘത്തിനോട് മതി, എന്നോട് വേണ്ട. എടോ, നിയമസഭയിൽ എന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ എനിക്ക് അവൻ വേണം. അപ്പൊ ഇവനോ? ഇവൻ എന്റെ അടുക്കള കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. അവന്റെ പോലീസുണ്ട്, എന്റെ പോക്കൃത്തനുണ്ട്. പത്രം വിറ്റ് കിടന്ന ചെറ്റ. ആഭ്യന്തരവകുപ്പ് തലയിടവോ ഞാൻ നോക്കട്ടെ. യുദ്ധമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എടാ വിട്ടി, ഇനി മുതൽ നീ ആഭ്യന്തര വകുപ്പിൽ തലയിടാതിരിക്കുന്നതാ ബുദ്ധി. ചിലപ്പോ നിന്റെ തല പോയെന്നിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഏത് വകുപ്പിൽ തലയിടും? എവിടെങ്കിലും തലയിടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അടുക്കളയിലോട്ടിയല്ലേ, അവിടെ നല്ല ഉപ്പുവാങ്ങാൻ വേണ്ട ഇരിപ്പുണ്ട്. അത് അകത്തോണ്ട് പോയി തലയിട്. പോ. ഉപ്പ് വാങ്ങ. പോകാൻ. പോ.